രൂപീകരിച്ചിട്ട് അതിനെ എതിർത്തവരാ നമ്മൾ. തീവ്രവാദത്തിന്റെ ഏത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ജനാധിപത്യത്തെ കുറിച്ചുള്ളവരുടെ കാഴ്ചപ്പാട്, ജനാധിപത്യവും മതേതരത്വവും ശിർക്കാണ്, ലാത്ത പോയി മനാത്തവരിലാണ് എന്നവരുടെ വാദമുഖങ്ങൾ, അതൊക്കെ എതിർത്തവരാ നമ്മള്. NDF അല്ലേ, ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുനൈൻ, ഖാദിസിയ, ഖൈബറൊക്കെ പറഞ്ഞു വന്ന കാലത്ത് അവർ വിചാരിച്ച മനോനില ശരിയല്ല എന്ന് ഈ നാട്ടുകാരെ പഠിപ്പിച്ചവരാ നമ്മള്. അടിസ്ഥാനപരമായി ഞങ്ങളോട് പറയാണ്, ജനങ്ങളെ കയ്യടി കിട്ടാനല്ല, തീവ്രവാദം അള്ള വിലക്കിയത് കൊണ്ട്, അത് രാജ്യത്തിന് ഉപദ്രവമായതുകൊണ്ട് പടച്ചോൻ പറയുന്നത് എന്താ? തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ, തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീന. ആർക്കുള്ളതാ സ്വർഗ്ഗം? ഈ ഭൂമിയിൽ ഫസാദ് കാണിക്കാത്ത, താൻപോരിമ നടിക്കാത്ത, സമാധാനപ്രിയരായ നല്ല മനുഷ്യർക്കുള്ളതാണ് അല്ലേ? ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഈ നാട്ടിൽ ഈ സമ്മേളനത്തിലേക്ക് വരെ ക്ഷണിച്ചപ്പോണ്ടായ ചില സംഭവം എന്താ? ഒരു ഉസ്താദ് നമ്മുടെ ഒരു പ്രവർത്തകന്റെ മോന്തക്കുറ്റിക്ക് അടിച്ചു. ഇന്ന് ആലോചിച്ചു, ഈ നാട്ടിൽ ഒരു ഉസ്താദ്, പണ്ഡിതൻ, ആലോചിച്ചു എന്തിന് ഈ പരിപാടിയിലേക്ക് നോട്ടീസ് കൊടുത്ത് ക്ഷണിച്ചേന്? ആലോചിച്ചു, ഈ നാട്ടിലുണ്ടായതാണ്. മുഖത്തടിച്ചു നല്ല ശക്തമായി. ഞാൻ കുറ്റപ്പെടുത്തുന്ന വിവരമില്ലാത്തതാ. തായിത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. ഈ ജനതയിലെ ആളുകൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ആ അറിവ് അവർക്ക് വന്നു കിട്ടുന്ന ധന്യമായ ഒരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. ഞാൻ എന്റെ യുവാക്കളോട് പറയുന്നത്, സകല തിന്മയെന്നും വിട്ടു നിൽക്കാൻ അങ്ങക്കുള്ള ഏക മാർഗം വെള്ളിയാഴ്ച ഖുത്ബ മാതൃഭാഷയിൽ കേൾക്കി. ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റമൂലി അതാണ്. നിങ്ങൾ വെള്ളിയാഴ്ച ഖുത്ബ മാതൃഭാഷയിൽ കേൾക്കി. നല്ലൊരു ഖതീബിനെ നിങ്ങൾ തെരഞ്ഞെടുക്കി കേരളത്തിൽ. എന്നിട്ട് നല്ലൊരു ആ പ്രസംഗം വെള്ളിയാഴ്ച തന്നെ, വേറെ ഒന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും മനുഷ്യൻ ഒരുപാട് മാറ്റം ഉണ്ടാവും. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോവുക, QHLS നടക്കുന്നുണ്ട്, ഖുർആൻ ഹദീസ് ലേണിംഗ് സെന്റർ, അതുപോലെ CRE നടക്കുന്നുണ്ട്, MSMന്റെ. അതിലൊക്കെ പോയി പങ്കെടുത്തവരൊക്കെ നന്നായിട്ടേ കേടുവന്നിട്ടില്ല. ശരിക്കുമുള്ള ഒരു ട്രീറ്റ്മെന്റിലൂടെ ഈ സമൂഹത്തിന് മാറ്റം ഉണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസിനെ പോലെ, സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, ഖബാബിനെ പോലെ, ഖുബൈബ് റളിയല്ലാഹു അൻഹു അജ്മഈൻ അവരെ പോലെ യൗവനം മുഴുവനും ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കുകയും ഇസ്ലാമിന്റെ ജീവിതം നയിക്കുകയും മാതൃകായോഗ്യമായി ജീവിക്കുകയും പടച്ചോനിലേക്ക് മടങ്ങിപ്പോയ സമൂഹത്തിന്റെ മാതൃകൾ ഉൾക്കൊള്ളുകയും വ്യഭിചാരത്തിൽ നിന്നും തിന്മയിൽ നിന്നും ഒക്കെ മാറി നിന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ മായിസുള്ളാന്റെ ചരിത്രം ഓർത്ത് ജീവിതത്തിന്റെ വിശുദ്ധമായ തലങ്ങളിലൂടെ ജീവിച്ച് ഏറ്റവും ധന്യമായ ജീവിതം നയിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശാരീരികമായ അസ്വസ്ഥതകളെ ഓർത്ത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഈ വാക്കുകളോട് ഒന്നുകൂടി പറയാനുള്ളത്, അള്ളാഹുവിനെ പറ്റി ശരിക്ക് പഠിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശരിക്ക് പഠിക്കുക, വെള്ളിയാഴ്ച ഖുത്ബ മാതൃഭാഷയിൽ കേൾക്കുക, ഖുത്ബയിലൂടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക, കൂടുതൽ കൂടുതൽ നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, നല്ലവരുമായി കൂട്ടുകെട്ടുക, നല്ല മനുഷ്യരുമായി സൗഹൃദം ഉണ്ടാക്കുക, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മോചനം നേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി പ്രയാസപ്പെടുന്നുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് ദുരന്തങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, അതിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം ഉമ്മത്ത് ചെയ്യാത്ത തെറ്റുകൾ അവരുടെ പേരിൽ ആരോപിക്കപ്പെടുന്നുണ്ട്, അതിൽ നിന്ന് ഈ ഉമ്മത്ത് സുരക്ഷിതമാകുമാറാകട്ടെ. ഈ രാജ്യത്തെ സ്നേഹിക്കുകയും ഈ രാജ്യത്തിന്റെ നന്മകൾ ആഗ്രഹിക്കുകയും ഈ രാജ്യത്തെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാത്വികന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിനൽ അംവാത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.